സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. എന്ത് തെമ്മാടത്തിലും കാണിക്കാവുന്നു. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് അക്കൗണ്ട് മരവിപ്പിച്ചു. അതേ ഒറ്റമൂലി തന്നെ ഇവിടെ നാം പ്രയോഗിക്കണം. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് അക്കൗണ്ട് അപ്രത്യക്ഷമായതിന് പിന്നാലെ പുതിയ അക്കൗണ്ട് തുടങ്ങിയിരിക്കുകയാണ് CJP. പ്രതീക്ഷിച്ച നടപടിയെന്ന കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത്ത് ദീപകെ പ്രതികരിച്ചു. കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനമില്ലാതായോ? ഈ ഒരു കോക്രോച്ച് ജനതാ പാർട്ടി ഇത് സോഷ്യൽ മീഡിയയിൽ തുടങ്ങുന്നു, വലിയൊരു തരംഗമായി മാറുന്നു. ആ ഫ്ലക്സിലെല്ലാം ചാണകം വെള്ളം ഒഴിക്കാൻ ഇതിന് മാത്രം ചാണകം ഇടുന്ന വർദ്ധിച്ചു വരുന്ന ഒരു ജനപിന്തുണ, പ്രത്യേകിച്ച് ജെൻസി പിന്തുണ, യുവ പിന്തുണ, അത് ആരെയാണ് ഭയപ്പെടുത്തിയത്? അവൻ പൊളിച്ചടുക്കാൻ ഇറങ്ങിയിരിക്കുക. എവിടേക്ക് മാറ്റും? BJP-യെ കടന്നാക്രമിക്കുന്ന വിധത്തിലുള്ള ഉള്ളടക്കങ്ങളും ആവശ്യങ്ങളും നിരത്തിക്കൊണ്ട് വലിയ അധികം അനുഭവിക്കണ്ടൊക്കെ അനുഭവിച്ചല്ലേ പറ്റൂ നാരായണ. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ എക്സ് അക്കൗണ്ട് പോകുന്നത്. എന്താണ് സംഭവിച്ചതെന്നാണ് അവർ പറയുന്നത്. KG പൊതുവാളിന് ആരെങ്കിലും കളി പഠിപ്പിക്കണം. റഷിദ്, കോക്രോച്ച് ജനതാ പാർട്ടി വമ്പൻ തരംഗം തന്നെയാണ് രാജ്യത്ത് സമൂഹ മാധ്യമങ്ങളിലെല്ലാം സൃഷ്ടിച്ചത്. പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ്. നമ്മൾ മടിച്ചു നിന്നാലേ എതിരാളികൾ നമ്മളെ ആക്രമിക്കും. പിന്നല്ലാതെ മില്യണിലധികം ഫോളോവേഴ്സിനെ ഉണ്ടാക്കാൻ ഈ ഒരു കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾക്ക് കഴിഞ്ഞിരുന്നു. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ. ഇന്ത്യയിൽ ഈ എക്സ് അക്കൗണ്ട്, കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. എന്തിനാണ് ചോദ്യങ്ങളെ ഇത്രത്തോളം ഭയക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. നിരവധി പേരാണ് ഇതിൽ പ്രതികരണങ്ങളുമായി എത്തിയിരുന്നത്. മാത്രമല്ല കേന്ദ്ര സർക്കാരിനെയും BJP-യെയും കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണങ്ങളും വീഡിയോകളുമായിരുന്നു ഇതിൽ വന്നിരുന്നത്. അങ്ങനെ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ എക്സ് അക്കൗണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ ലഭ്യമല്ലാതായി മാറിയിട്ടുള്ളത്. അത് തീർച്ചയായും ഒരു പ്രതികാര നടപടി എന്ന നിലയിലേക്ക് വിലയിരുത്തപ്പെടും എന്നുള്ളതാണ് അവരുടെ വാക്കുകളിലൂടെ മനസ്സിലാകുന്നത്. എന്തായാലും ഇവർക്കെതിരെ ആഞ്ഞടിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. അക്കൗണ്ടിൽ ഏതാണ്ട് 10 മില്യൺ മുകളിലേക്ക് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. അത് പൂട്ടിയതിന് പിന്നാലെയാണ് CJP പുതിയ അക്കൗണ്ട് തുറക്കുന്നത്. ഞാനൊരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ പിന്നെ ഏറ്റതാണ് മത്തായിച്ച. ദാസൻ ഇത് കൊണ്ടുപോവാണ്. എതിർക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ മുമ്പോട്ട് വരാം. എന്തായാലും ശരിയെന്നാ. പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം.